സ്വാഗതം. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ 36 അപ്ഡേറ്റ്സാണ് ഇന്ന് അറിയിക്കാനുള്ളത്. റാങ്ക് ലിസ്റ്റ് 13, ഷോർട്ട് ലിസ്റ്റ് 10, ഇൻ്റർവ്യൂ അറിയിപ്പ് 4, അഡ്മിഷൻ ടിക്കറ്റ് അവൈലബിൾ അറിയിപ്പ് 2, ഓൺ ടൈം വെരിഫിക്കേഷൻ അറിയിപ്പ് 2, ഇറാറ്റ നോട്ടിഫിക്കേഷൻ അറിയിപ്പ് 4, ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് അറിയിപ്പ് 1. ആദ്യം ഓൺ ടൈം വെരിഫിക്കേഷൻ അറിയിപ്പ്. യൂണിവേഴ്സിറ്റീസ് ഇൻ കേരളയിലേക്ക് പബ്ലിക് റിലേഷൻസ് ഓഫീസർ കാറ്റഗറി നമ്പർ 438/2022. സർവകലാശാലകളിലെ പബ്ലിക് റിലേഷൻസ് ഓഫീസർ കാറ്റഗറി നമ്പർ 438/2022 എന്ന തസ്തികയുടെ തിരഞ്ഞെടുപ്പിനുള്ള ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് 24/11/2025, 25/11/2025 എന്നീ തീയതികളിൽ രാവിലെ 10:30 മുതൽ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ തിരുവനന്തപുരത്തുള്ള പട്ടം ആസ്ഥാന ഓഫീസിൽ വെച്ച് ഒറ്റത്തവണ പ്രമാണ പരിശോധന നടത്തുന്നു. ഹാജരാകേണ്ട ഉദ്യോഗാർത്ഥികൾക്ക് പ്രൊഫൈൽ മെസ്സേജ്, SMS എന്നിവ നൽകിയിട്ടുണ്ട്. ഉദ്യോഗാർത്ഥികൾ അന്വേഷണങ്ങൾക്കായി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ആസ്ഥാന ഓഫീസിലെ GR 8 സെക്ഷനുമായി ബന്ധപ്പെടേണ്ടതാണ്. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 047125464440. അടുത്തതൊരു ഇറാറ്റ നോട്ടിഫിക്കേഷൻ അറിയിപ്പാണ്. കേരള ജനറൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഡയറ്റിലേക്കും ലെക്ചറർ ഇൻ മലയാളം കാറ്റഗറി നമ്പർ 349/2022. ഇതൊരു സ്റ്റേറ്റ് വൈഡ് ലിസ്റ്റാണ്. അടുത്തതൊരു ഓൺ ടൈം വെരിഫിക്കേഷൻ അറിയിപ്പാണ്. കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് കയർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡ് കയർ ഫെഡിലേക്ക് സെയിൽസ് അസിസ്റ്റന്റ് ഗ്രേഡ് സെക്കൻഡ് പാർട്ട് ഫസ്റ്റ് ജനറൽ കാറ്റഗറി നമ്പർ 378/2024. സെയിൽസ് അസിസ്റ്റന്റ് ഗ്രേഡ് സെക്കൻഡ് പാർട്ട് ഫസ്റ്റ് ജനറൽ കാറ്റഗറി നമ്പർ 378/2024 ഇൻ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് കയർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡ് കയർ ഫെഡ് എന്ന തസ്തികയുടെ ഒറ്റത്തവണ പ്രമാണ പരിശോധന 2025 നവംബർ 24 രാവിലെ 10:30 കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ആസ്ഥാന ഓഫീസിൽ വെച്ച് നടത്തുവാൻ ഉത്തരവായിട്ടുണ്ട്. ഇതിനോടകം പ്രസ്തുത തസ്തികയ്ക്ക് ആവശ്യമായ എല്ലാ സർട്ടിഫിക്കറ്റുകളും വെരിഫൈ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികളെ പ്രമാണ പരിശോധനയ്ക്ക് ക്ഷണിച്ചിട്ടില്ല. ഉദ്യോഗാർത്ഥികൾക്ക് ലഭിക്കുന്ന പ്രൊഫൈൽ മെസ്സേജ്, SMS എന്നിവയിലെ നിർദ്ദേശങ്ങൾ പ്രകാരം ഹാജരാക്കേണ്ടതാണ്. വെന്യൂ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഹെഡ് ഓഫീസ്, പട്ടം, തിരുവനന്തപുരം. അടുത്തതൊരു ഇറാറ്റ നോട്ടിഫിക്കേഷൻ അറിയിപ്പാണ്. ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഡ്രില്ലിംഗ് അസിസ്റ്റൻറ്റ് കാറ്റഗറി നമ്പർ 248/2018. അടുത്തതൊരു ഇൻ്റർവ്യൂ അറിയിപ്പാണ്. വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ഗ്രേഡ് സെക്കൻഡ്, ഡെമോൺസ്ട്രേറ്റർ, ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് സെക്കൻഡ് ഇൻ ടൂൾ ആൻഡ് ഡൈ എഞ്ചിനീയറിംഗ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് കാറ്റഗറി നമ്പർ 242/2023. സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിലെ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ഗ്രേഡ് സെക്കൻഡ്, ഡെമോൺസ്ട്രേറ്റർ, ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് സെക്കൻഡ് ഇൻ ടൂൾ ആൻഡ് ഡൈ എഞ്ചിനീയറിംഗ് കാറ്റഗറി നമ്പർ 242/2023 എന്ന തസ്തികയുടെ ഇൻ്റർവ്യൂ 2025 നവംബർ മാസം 19, 20 എന്നീ തീയതികളിൽ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ തിരുവനന്തപുരം ആസ്ഥാന ഓഫീസിൽ വെച്ച് നടത്തുന്നു. ഉദ്യോഗാർത്ഥികൾക്കുള്ള പ്രൊഫൈൽ മെസ്സേജ്, മൊബൈൽ SMS എന്നിവ അയച്ചിട്ടുണ്ട്. അറിയിപ്പ് ലഭിക്കാത്തവർ PSC ആസ്ഥാന ഓഫീസിലെ GR 7 വിഭാഗവുമായി ബന്ധപ്പെടേണ്ടതാണ്. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 047125464441. അടുത്തതൊരു ഷോർട്ട് ലിസ്റ്റാണ്. എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് എക്സൈസ് ഇൻസ്പെക്ടർ ട്രെയിനി ഫസ്റ്റ് NCA SIUC നാടാർ വിഭാഗക്കാർക്കായി കാറ്റഗറി നമ്പർ 443/2024. ഇതൊരു സ്റ്റേറ്റ് വൈഡ് ലിസ്റ്റാണ്. അടുത്ത ഷോർട്ട് ലിസ്റ്റ് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് എക്സൈസ് ഇൻസ്പെക്ടർ ട്രെയിനി ഫസ്റ്റ് NCA SECC വിഭാഗക്കാർക്കായി കാറ്റഗറി നമ്പർ 444/2024. ഇതൊരു സ്റ്റേറ്റ് വൈഡ് ലിസ്റ്റാണ്. അടുത്തതൊരു റാങ്ക് ലിസ്റ്റാണ്. പാലക്കാട് ജില്ലയിലേക്ക് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക് LPS 8th NCA ഷെഡ്യൂൾഡ് കാസ്റ്റ് വിഭാഗക്കാർക്കായി കാറ്റഗറി നമ്പർ 185/2024. അടുത്തതൊരു ഷോർട്ട് ലിസ്റ്റാണ്. കോഴിക്കോട് ജില്ലയിലേക്ക് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഹൈസ്കൂൾ ടീച്ചർ നാച്ചുറൽ സയൻസ് മലയാളം മീഡിയം കാറ്റഗറി നമ്പർ 602/2024.
പ്രസ്തുത ഷോർട്ട് ലിസ്റ്റിലെ കട്ട് ഓഫ് മാർക്ക് 49ആണ്. ലിസ്റ്റിലാകെ 112 പേർ ഉൾപ്പെട്ടിട്ടുണ്ട്. 46 പേർ മെയിൻ ലിസ്റ്റിലും 64 പേർ സപ്ലിമെൻ്ററി ലിസ്റ്റിലുമാണ്. അടുത്തതൊരു റാങ്ക് ലിസ്റ്റാണ്. കേരള വാട്ടർ അതോറിറ്റിയിലേക്ക് LD ക്ലർക്ക് ബൈ ട്രാൻസ്ഫർ റിക്രൂട്ട്മെൻറ്റ് ഒൺലി ഫോർ ലാസ്റ്റ് ഗ്രേഡ് സർവൻസ് ആൻഡ് മിനിസ്റ്റീരിയൽ എംപ്ലോയീസ് വർക്കിംഗ് ഇൻ കേരള വാട്ടർ അതോറിറ്റി. കാറ്റഗറി നമ്പർ 73/2024. അടുത്ത റാങ്ക് ലിസ്റ്റ് മലപ്പുറം ജില്ലയിലേക്ക് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക് LPS ഫസ്റ്റ് NCA വിശ്വകർമ്മ വിഭാഗക്കാർക്കായി കാറ്റഗറി നമ്പർ 155/2024. അടുത്ത റാങ്ക് ലിസ്റ്റ് കണ്ണൂർ ജില്ലയിലേക്ക് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക് LPS 9th NCA ഷെഡ്യൂൾഡ് കാസ്റ്റ് വിഭാഗക്കാർക്കായി കാറ്റഗറി നമ്പർ 104/2024. അടുത്ത റാങ്ക് ലിസ്റ്റ് കണ്ണൂർ ജില്ലയിലേക്ക് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക് LPS ഫസ്റ്റ് NCA ഈഴവ തീയ ബില്ലവ വിഭാഗക്കാർക്കായി കാറ്റഗറി നമ്പർ 154/2024. അടുത്തതൊരു അഡ്മിഷൻ ടിക്കറ്റ് അവൈലബിൾ അറിയിപ്പാണ്. പ്രിസൺസ് ആൻഡ് കറക്ഷണൽ സർവീസസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വെൽഫെയർ ഓഫീസർ ഗ്രേഡ് സെക്കൻഡ് ആൻഡ് വെൽഫെയർ ഓഫീസർ ഗ്രേഡ് സെക്കൻഡ് സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ഫോർ ST ഓൺലി. കാറ്റഗറി നമ്പർ 374/2024, 437/2024. വെൽഫെയർ ഓഫീസർ ഗ്രേഡ് സെക്കൻഡ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് കാറ്റഗറി നമ്പർ 374/2024. വെൽഫെയർ ഓഫീസർ ഗ്രേഡ് സെക്കൻഡ് സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ഫോർ ST ഓൺലി. കാറ്റഗറി നമ്പർ 437/2024. ഇൻ പ്രിസൺസ് ആൻഡ് കറക്ഷണൽ സർവീസസ് എന്നീ തസ്തികകളിലേക്കുള്ള തിരഞ്ഞെടുപ്പിനായി 2/12/2025 ട്യൂസ്ഡേ 7 മണി മുതൽ 8:50 വരെ നടത്തുവാൻ തീരുമാനിച്ചിട്ടുള്ള OMR പരീക്ഷയുടെ അഡ്മിഷൻ ടിക്കറ്റുകൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്നും ലഭ്യമാണ്. ഉദ്യോഗാർത്ഥികൾ അവരവരുടെ യൂസർ IDയും പാസ്വേഡും ഉപയോഗിച്ച് സ്വന്തം പ്രൊഫൈലിൽ നിന്നും അഡ്മിഷൻ ടിക്കറ്റുകൾ ഡൗൺലോഡ് ചെയ്ത് എടുക്കേണ്ടതാണ്. അടുത്തതൊരു അഡ്മിഷൻ ടിക്കറ്റ് അവൈലബിൾ അറിയിപ്പാണ്. കേരള വാട്ടർ അതോറിറ്റിയിലേക്ക് ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് ഫസ്റ്റ് ഇലക്ട്രിക്കൽ കാറ്റഗറി നമ്പർ 31/2024. ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് ഫസ്റ്റ് ഇലക്ട്രിക്കൽ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് കാറ്റഗറി നമ്പർ 31/2024 ഇൻ കേരള വാട്ടർ അതോറിറ്റി എന്ന തസ്തികയിലേക്കുള്ള തിരഞ്ഞെടുപ്പിനായി 3/12/2025 വെനിസ്ഡേ 7 മണി മുതൽ 8:50 വരെ നടത്തുവാൻ തീരുമാനിച്ചിട്ടുള്ള OMR പരീക്ഷയുടെ അഡ്മിഷൻ ടിക്കറ്റുകൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്ന് ലഭ്യമാണ്. ഉദ്യോഗാർത്ഥികൾ അവരവരുടെ യൂസർ IDയും പാസ്വേഡും ഉപയോഗിച്ച് സ്വന്തം പ്രൊഫൈലിൽ നിന്നും അഡ്മിഷൻ ടിക്കറ്റുകൾ ഡൗൺലോഡ് ചെയ്ത് എടുക്കേണ്ടതാണ്. അടുത്തതൊരു ഷോർട്ട് ലിസ്റ്റാണ്. കോട്ടയം ജില്ലയിലേക്ക് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഹൈസ്കൂൾ ടീച്ചർ നാച്ചുറൽ സയൻസ് മലയാളം മീഡിയം ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് കാറ്റഗറി നമ്പർ 602/2024. പ്രസ്തുത ഷോർട്ട് ലിസ്റ്റിലെ കട്ട് ഓഫ് മാർക്ക് 44ആണ്. ലിസ്റ്റിലാകെ 49 പേർ ഉൾപ്പെട്ടിട്ടുണ്ട്. 10 പേർ മെയിൻ ലിസ്റ്റിലും 39 പേർ സപ്ലിമെൻ്ററി ലിസ്റ്റിലുമാണ്. അടുത്ത ഷോർട്ട് ലിസ്റ്റ് വയനാട് ജില്ലയിലേക്ക് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഫോറസ്റ്റ് ഡ്രൈവർ ഫസ്റ്റ് NCA OBC വിഭാഗക്കാർക്കായി കാറ്റഗറി നമ്പർ 566/2024. അടുത്ത ഷോർട്ട് ലിസ്റ്റ് കോട്ടയം ജില്ലയിലേക്ക് NCC സൈനിക് വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് ഡ്രൈവർ ഗ്രേഡ് സെക്കൻഡ് HTV എക്സ് സർവീസ്മെൻ ഒൺലി സെക്കൻഡ് NCA SC വിഭാഗക്കാർക്കായി കാറ്റഗറി നമ്പർ 420/2024. ഇതൊരു നിൽ നോട്ടിഫിക്കേഷൻ അറിയിപ്പാണ്. അടുത്ത ഷോർട്ട് ലിസ്റ്റ് വയനാട് ജില്ലയിലേക്ക് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക് LPS 5th NCA SC വിഭാഗക്കാർക്കായി കാറ്റഗറി നമ്പർ 80/2025. അടുത്തതൊരു ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് അറിയിപ്പാണ്. ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനി കാറ്റഗറി നമ്പർ 471/2024. ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനി ഇൻ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് ഡിപ്പാർട്ട്മെൻറ്റ് കാറ്റഗറി നമ്പർ 472/2024 എന്ന തസ്തികയുടെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് 2025 നവംബർ 24 മുതൽ ഡിസംബർ 1 വരെയുള്ള തീയതികളിൽ തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട്, പാലക്കാട്
എന്നീ ജില്ലകളിലെ വിവിധ പരീക്ഷാ കേന്ദ്രങ്ങളിൽ വെച്ച് നടക്കുന്നു. ഉദ്യോഗാർത്ഥികൾ തങ്ങളുടെ പ്രൊഫൈലിൽ ലഭ്യമാക്കിയിട്ടുള്ള അഡ്മിഷൻ ടിക്കറ്റ്, പ്രസ്തുത തസ്തികയുടെ വിജ്ഞാപനത്തിൽ അനുബന്ധമായി ചേർത്തിട്ടുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, തിരിച്ചറിയൽ രേഖ എന്നിവയുടെ അസൽ സഹിതം രാവിലെ 5:30 മുമ്പായി പരീക്ഷാ കേന്ദ്രത്തിൽ എത്തിച്ചേരേണ്ടതാണ്. നിശ്ചിത സമയത്തിന് ശേഷം എത്തുന്ന ഉദ്യോഗാർത്ഥികളെ യാതൊരു കാരണവശാലും ടെസ്റ്റിൽ പങ്കെടുപ്പിക്കുന്നതല്ല. കൂടുതൽ വിവരങ്ങൾക്ക് പ്രൊഫൈൽ ലഭ്യമാണ്. മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ECG ടെക്നീഷ്യൻ ഗ്രേഡ് 2 കാറ്റഗറി നമ്പർ 590/2024. അടുത്തതൊരു ഇറാറ്റ നോട്ടിഫിക്കേഷൻ അറിയിപ്പാണ്. കേരള വാട്ടർ അതോറിറ്റിയിലേക്ക് LD ക്ലർക്ക് ബൈ ട്രാൻസ്ഫർ റിക്രൂട്ട്മെൻറ്റ് ഫ്രം ലാസ്റ്റ് ഗ്രേഡ് സർവൻസ് ആൻഡ് മിനിസ്റ്റീരിയൽ എംപ്ലോയീസ് വർക്കിംഗ് ഇൻ കേരള വാട്ടർ അതോറിറ്റി കാറ്റഗറി നമ്പർ 73/2024. ഇതൊരു സ്റ്റേറ്റ് വൈഡ് ലിസ്റ്റാണ്. അടുത്തതൊരു റാങ്ക് ലിസ്റ്റാണ്. ആയുർവേദ മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ടെക്നീഷ്യൻ ഫാർമസി കാറ്റഗറി നമ്പർ 578/2023. അടുത്തതൊരു ഇറാറ്റ നോട്ടിഫിക്കേഷൻ അറിയിപ്പാണ്. മലപ്പുറം ജില്ലയിലേക്ക് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് UP സ്കൂൾ ടീച്ചർ മലയാളം മീഡിയം കാറ്റഗറി നമ്പർ 707/2023. അടുത്തതൊരു റാങ്ക് ലിസ്റ്റാണ്. തിരുവനന്തപുരം ജില്ലയിലേക്ക് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക് LPS 8th NCA SC വിഭാഗക്കാർക്കായി കാറ്റഗറി നമ്പർ 711/2024. അടുത്തതൊരു ഷോർട്ട് ലിസ്റ്റാണ്. വയനാട് ജില്ലയിലേക്ക് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഫോറസ്റ്റ് ഡ്രൈവർ പാർട്ട് ഫസ്റ്റ് ഡയറക്ടർ റിക്രൂട്ട്മെൻറ്റ് കാറ്റഗറി നമ്പർ 524/2024. പ്രസ്തുത ഷോർട്ട് ലിസ്റ്റിലെ കട്ട് ഓഫ് മാർക്ക് 61.67. ലിസ്റ്റിലാകെ 126 പേർ ഉൾപ്പെട്ടിട്ടുണ്ട്. 71 പേർ മെയിൻ ലിസ്റ്റിലും 55 പേർ സപ്ലിമെൻ്ററി ലിസ്റ്റിലുമാണ്. അടുത്ത റാങ്ക് ലിസ്റ്റ് കോഴിക്കോട് ജില്ലയിലേക്ക് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക് LPS 6th NCA ST വിഭാഗക്കാർക്കായി കാറ്റഗറി നമ്പർ 275/2024. അടുത്ത റാങ്ക് ലിസ്റ്റ് മലപ്പുറം ജില്ലയിലേക്ക് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് സർജൻറ്റ് പാർട്ട് സെക്കൻഡ് ബൈ ട്രാൻസ്ഫർ റിക്രൂട്ട്മെൻറ്റ് കാറ്റഗറി നമ്പർ 290/2024. അടുത്ത റാങ്ക് ലിസ്റ്റ് മലപ്പുറം ജില്ലയിലേക്ക് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് സർജൻറ്റ് പാർട്ട് ഫസ്റ്റ് ഡയറക്ടർ റിക്രൂട്ട്മെൻറ്റ് കാറ്റഗറി നമ്പർ 289/2024. അടുത്ത റാങ്ക് ലിസ്റ്റ് മലപ്പുറം ജില്ലയിലേക്ക് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ ഹിന്ദി കാറ്റഗറി നമ്പർ 82/2024. അടുത്തതൊരു ഇൻ്റർവ്യൂ അറിയിപ്പാണ്. കേരള വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നോൺ വൊക്കേഷണൽ ടീച്ചർ ഇൻ മാത്തമെറ്റിക്സ് സീനിയർ കാറ്റഗറി നമ്പർ 179/2025. കേരള വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ വകുപ്പിൽ നോൺ വൊക്കേഷണൽ ടീച്ചർ സീനിയർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ വകുപ്പ് സബോർഡിനേറ്റ് സർവീസിലുള്ള യോഗ്യരായ മിനിസ്റ്റീരിയൽ ജീവനക്കാരിൽ നിന്നും തസ്തിക മാറ്റം മുഖേനയുള്ള തെരഞ്ഞെടുപ്പ് കാറ്റഗറി നമ്പർ 179/2025 എന്ന തസ്തികയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള അഭിമുഖം പട്ടത്തുള്ള കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ആസ്ഥാന ഓഫീസിൽ വെച്ച് 27/11/2025 നടത്തുന്നു. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് പ്രൊഫൈൽ മെസ്സേജ് SMS എന്നിവ അയച്ചിട്ടുണ്ട്. ഉദ്യോഗാർത്ഥികൾ ഇൻ്റർവ്യൂ മെമ്മോ പ്രൊഫൈലിൽ നിന്നും ഡൗൺലോഡ് ചെയ്യേണ്ടതാണ്. അഭിമുഖത്തിന് അറിയിപ്പ് ലഭിക്കാത്ത നോൺ വൊക്കേഷണൽ ടീച്ചർ തസ്തികയുടെ അർഹരായ ഉദ്യോഗാർത്ഥികൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ GR സെക്കൻഡ് C വിഭാഗവുമായി ബന്ധപ്പെടേണ്ടതാണ്. ഉദ്യോഗാർത്ഥികൾ PSC വെബ്സൈറ്റിലെ ഇൻ്റർവ്യൂ ഷെഡ്യൂൾ, അനൗൺസ്മെൻറ്റ് ലിങ്കുകൾ എന്നിവ പരിശോധിച്ച് അഭിമുഖത്തിന് ഹാജരാകേണ്ടതാണ്. അടുത്തതൊരു റാങ്ക് ലിസ്റ്റാണ്. മലപ്പുറം ജില്ലയിലേക്ക് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ ഹിന്ദി കാറ്റഗറി നമ്പർ 76/2024. അടുത്തതൊരു ഇൻ്റർവ്യൂ അറിയിപ്പാണ്. കേരള സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിലേക്ക് ജൂനിയർ സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ് ബൈ ട്രാൻസ്ഫർ റിക്രൂട്ട്മെൻറ്റ് കാറ്റഗറി നമ്പർ 585/2024. കേരള സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ ജൂനിയർ സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ് ബൈ ട്രാൻസ്ഫർ റിക്രൂട്ട്മെൻറ്റ് കാറ്റഗറി നമ്പർ 585/2024 എന്ന തസ്തികയ്ക്കായി അപേക്ഷ സമർപ്പിച്ച 5 ഉദ്യോഗാർത്ഥികൾക്കുള്ള അഭിമുഖം
27/11/2025 കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ആസ്ഥാന ഓഫീസിൽ വെച്ച് നടത്തുവാൻ നിശ്ചയിച്ചിരിക്കുന്നു. ഉദ്യോഗാർത്ഥികൾക്ക് SMS, പ്രൊഫൈൽ മെസ്സേജ് എന്നിവ നൽകിയിട്ടുണ്ട്. ഉദ്യോഗാർത്ഥികൾക്കുള്ള ഇൻ്റർവ്യൂ മെമ്മോ പ്രൊഫൈലിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യേണ്ടതും അതോടൊപ്പമുള്ള വ്യക്തി വിവരക്കുറിപ്പ് പൂരിപ്പിച്ച് ഡോക്യുമെൻറ്റുകളുടെ അസൽ പ്രമാണങ്ങളുമായി ഹാജരാകേണ്ടതുമാണ്. ഇൻ്റർവ്യൂവുമായി ബന്ധപ്പെട്ട സംശയ നിവാരണത്തിനായി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ആസ്ഥാന ഓഫീസിലെ CR ഫസ്റ്റ് വിഭാഗവുമായി ബന്ധപ്പെടേണ്ടതാണ്. അടുത്തതൊരു ഷോർട്ട് ലിസ്റ്റാണ്. കൊല്ലം ജില്ലയിലേക്ക് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഹൈസ്കൂൾ ടീച്ചർ ഇംഗ്ലീഷ് കാറ്റഗറി നമ്പർ 603/2024. പ്രസ്തുത ഷോർട്ട് ലിസ്റ്റിലെ കട്ട് ഓഫ് മാർക്ക് 60.33. ലിസ്റ്റിലാകെ 87 പേർ ഉൾപ്പെട്ടിട്ടുണ്ട്. 30 പേർ മെയിൻ ലിസ്റ്റിലും 51 പേർ സപ്ലിമെൻ്ററി ലിസ്റ്റിലുമാണ്. അടുത്തതൊരു ഇൻ്റർവ്യൂ അറിയിപ്പാണ്. മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ ഫിസിക്കൽ സയൻസ് ആൻഡ് റീഹാബിലിറ്റേഷൻ കാറ്റഗറി നമ്പർ 314/2024. മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ കാറ്റഗറി നമ്പർ 314/2024 എന്ന തസ്തികയുടെ തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായുള്ള അഭിമുഖം 2025 നവംബർ 28 കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ആസ്ഥാന ഓഫീസിൽ വെച്ച് നടത്തുന്നു. അഭിമുഖത്തിൽ ഉൾപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഇത് സംബന്ധിച്ച അറിയിപ്പ് പ്രൊഫൈൽ മെസ്സേജ്, മൊബൈൽ SMS എന്നിവ വഴി നൽകിയിട്ടുണ്ട്. വിശദ വിവരങ്ങൾക്ക് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ആസ്ഥാന ഓഫീസിലെ GR10 സെക്ഷനുമായി ബന്ധപ്പെടാവുന്നതാണ്. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 047125464438. അടുത്തതൊരു ഷോർട്ട് ലിസ്റ്റാണ്. ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഓവർസിയർ ഗ്രേഡ് 3 സിവിൽ സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ് ഓൺലി കാറ്റഗറി നമ്പർ 293/2024. ഇതൊരു സ്റ്റേറ്റ് വൈഡ് ലിസ്റ്റാണ്. അടുത്തതായി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഇന്ന് അഡ്വൈസ് ചെയ്ത തസ്തികയും ഡിപ്പാർട്ട്മെൻറ്റും പരിചയപ്പെടാം. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഹെഡ് ഓഫീസിൽ നിന്നും ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഡ്രൈവർ ട്രെയിനിങ്. കാസർഗോഡ് ജില്ലയിലേക്ക് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2, സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേഡ് 1. ഹെഡ് ഓഫീസിൽ നിന്ന് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എഞ്ചിനീയറിംഗ് കോളേജസിലേക്ക് ഇൻസ്ട്രക്ടർ ഗ്രേഡ് 1 കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്. ഹെഡ് ഓഫീസിൽ നിന്ന് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ലെക്ചറർ ഇൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ പോളിടെക്നിക്സ്. ഹെഡ് ഓഫീസിൽ നിന്ന് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ഗ്രേഡ് 1, ഡെമോൺസ്ട്രേറ്റർ ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 2, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. കൊല്ലം ജില്ലയിലേക്ക് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് UP സ്കൂൾ ടീച്ചർ മലയാളം മീഡിയം കാറ്റഗറി നമ്പർ 707/2023. പാലക്കാട് ജില്ലയിലേക്ക് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പാർട്ട് ടൈം ഹൈസ്കൂൾ ടീച്ചർ ഉറുദു. കൊല്ലം ജില്ലയിലേക്ക് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക് LPS. ഹെഡ് ഓഫീസിൽ നിന്ന് പോലീസ് കേരള സിവിൽ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ട്രെയിനിങ്. ആലപ്പുഴ ജില്ലയിലേക്ക് ഹെൽത്ത് സർവീസസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് സ്റ്റാഫ് നഴ്സ് ഗ്രേഡ് 2. തിരുവനന്തപുരം ജില്ലയിലേക്ക് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഹൈസ്കൂൾ അസിസ്റ്റൻറ്റ് മാത്തമാറ്റിക്സ്. ഹെഡ് ഓഫീസിൽ നിന്നും കേരള കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡിലേക്ക് ജൂനിയർ സിസ്റ്റംസ് ഓഫീസർ പാർട്ട് 1 ജനറൽ കാറ്റഗറി. ഹെഡ് ഓഫീസിൽ നിന്നും വേജസ് ഗവൺമെൻറ് ഓൺഡ് കമ്പനി, ബോർഡ്, കോർപ്പറേഷൻ എന്നിവിടങ്ങളിലേക്ക് ലോവർ ഡിവിഷൻ ടൈപ്പിസ്റ്റ് കാറ്റഗറി നമ്പർ 325/2020. കാസർഗോഡ് ജില്ലയിലേക്ക് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോലീസ് കോൺസ്റ്റബിൾ APB KAP 4. മലപ്പുറം ജില്ലയിലേക്ക് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് UP സ്കൂൾ ടീച്ചർ. വയനാട് ജില്ലയിലേക്ക് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ക്ലർക്ക് ടൈപ്പിസ്റ്റ്. ഹെഡ് ഓഫീസിൽ നിന്ന് ഡ്രഗ്സ് കൺട്രോൾ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ലാബ് അറ്റൻഡർ. മലപ്പുറം ജില്ലയിലേക്ക് ഹെൽത്ത് സർവീസസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ലബോറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് 2. ഹെഡ് ഓഫീസിൽ നിന്ന് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നോൺ വൊക്കേഷണൽ ടീച്ചർ ജൂനിയർ കാറ്റഗറി നമ്പർ 32/2023 ജനറൽ ഫൗണ്ടേഷൻ കോഴ്സ്. മലപ്പുറം ജില്ലയിലേക്ക് സോയിൽ സർവേ ആൻഡ് സോയിൽ കൺസർവേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വർക്ക് സൂപ്രണ്ടൻറ്റ്. കോഴിക്കോട് ജില്ലയിലേക്ക് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ലോവർ ഡിവിഷൻ ക്ലർക്ക്. ഹെഡ് ഓഫീസിൽ നിന്ന് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ട്രേഡ്സ്മാൻ വെൽഡിംഗ്. മലപ്പുറം ജില്ലയിലേക്ക് ഇന്ത്യൻ സിസ്റ്റംസ് ഓഫ് മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ആയുർവേദ തെറാപ്പിസ്റ്റ്. ഹെഡ് ഓഫീസിൽ നിന്ന് ഡ്രഗ്സ് കൺട്രോൾ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ടെക്നിക്കൽ അസിസ്റ്റൻറ്റ്. കോഴിക്കോട് ജില്ലയിലേക്ക് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് സിവിൽ എക്സൈസ് ഓഫീസർ ട്രെയിനി മെയിൽ.
കോഴിക്കോട് ജില്ലയിലേക്ക് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ ഹൈസ്കൂൾ മലയാളം മീഡിയം. ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് കരുതുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുക. നമസ്കാരം.